ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. തലപതി വിജയ് ആൻഡ് ലോകേഷ് കനകരാജ്. വിജയിനെ കുറിച്ചിട്ട് നമുക്ക് ഈ വീഡിയോൻ്റെ അകത്ത് സംസാരിക്കാം. മുമ്പ് ലിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീഡിയോൻ്റെ അകത്ത് കുറച്ചും കൂടിയും കാര്യമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പേ കൂലിയെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞോട്ടെ. കൂലി, രജനീകാന്ത് ആൻഡ് ലോകേഷ് കനകരാജ്. ഇപ്പോൾ കൂലിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഒരു മാസ് ഗൂസ് ബംസ് ഒക്കെ തരുന്ന കൈൻഡ് ഓഫ് ട്രെയിലറാണ്. പക്ഷേ ഹൈപ്പ് കുറയ്ക്കാനാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള പരിപാടിയൊന്നും കിട്ടിയില്ല. ബട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ കാഴ്ചപ്പാടാണ്, ഇങ്ങനൊരു ട്രെയിലർ ഇറക്കിയത് കൊണ്ട് ആ സിനിമയുടെ ഹൈപ്പ് കുറയുമോ, കുറഞ്ഞിട്ടുണ്ടോ? ആസ് എ പ്രേക്ഷകൻ എനിക്ക് ആ സിനിമയോടുള്ള വിശ്വാസവും അല്ലെങ്കിൽ പ്രതീക്ഷയൊക്കെ കുറച്ചും കൂടി കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ട്രെയിലർ നല്ല ക്ലാസ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ക്ലാസ് ആയിട്ടുള്ളൊരു ഒരു ട്രെയിലർ ആ ഒരു ക്വാളിറ്റി എടുത്ത് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സിനിമ എന്തോരം വലിയ ക്വാളിറ്റി ഉള്ളൊരു സാധനമായിരിക്കും എന്ന് കാണിച്ചു തരുന്ന ഒരു കൈൻഡ് ഓഫ് ട്രെയിലർ ആയിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് രജനീകാന്ത് ഫാക്ടറാണ്. ഇതിൻ്റെ അകത്തുള്ള കാസ്റ്റിംഗ് കിടിലൻ കാസ്റ്റിംഗ് ആണ്. സൗബിനുണ്ട്, എന്താ പറയുക, ആമീർ ഖാൻ ഉണ്ട്, നാഗാർജുനയുണ്ട്, വലിയ വലിയ വമ്പൻ സ്രാവുകളൊക്കെ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. അതൊക്കെ ഒരു ഭാഗം തന്നെയാണ്, അതൊക്കെ ഒരു ഫാക്ട് തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആസ് എ പ്രേക്ഷകൻ ഞാൻ നോക്കുന്നത്, എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്ന സാധനം കിടക്കുന്നത്, എൻ്റെ വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം കിടക്കുന്നത് ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന റൈറ്റർ ഡയറക്ടറിലാണ്. കാരണം അയാളൊരു ജാതി മനുഷ്യനാണ്. അയാളുടെ കഴിവെന്ന് പറയുന്നത് വേറൊരു റേഞ്ചിൽ നിൽക്കുന്നൊരു കഴിവാണ്. ഇത് ഞാൻ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് തള്ളി ഇറക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല, ഫാക്റ്റ് അല്ലേ. അത് അയാൾ കൈദി എന്ന് പറയുന്നൊരു സിനിമയിൽ തെളിയിച്ചു, വിക്രം എന്ന് പറയുന്നൊരു സിനിമയിൽ തെളിയിച്ചതാണ്. ലിയോൻ്റെ കാര്യം ഞാൻ സംസാരിക്കാം. അതായത് ഇങ്ങനെ ഒരു ആക്ടറിനെ യൂസ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇപ്പോൾ കൂലിയിലേക്ക് വരുന്ന സമയത്ത് രജനീകാന്തിൽ നിന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ കൈൻഡ് ഓഫ് സാധനത്തെയാണ്. വെറുതെ ഒരു മാസം എന്ന് പറയുന്നൊരു സംഗതി, കുറേ ഡയലോഗ് അടിപ്പിക്കുക എന്നുള്ളൊരു സംഗതി അല്ലാതെ ഒരു ക്വാളിറ്റി, ഭയങ്കര ക്വാളിറ്റിയുള്ള, അല്ലെങ്കിൽ നല്ല സ്റ്റൈലായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഈ മാസിനെക്കാട്ടിലും ഉപരി കുറച്ചും കൂടി അഭിനയ സാധനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സാധനമാണ് രജനീകാന്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോകേഷ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈവൻ സൗബിൻ്റെ റോൾ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്, ആമീർ ഖാൻ്റെ റോൾ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്, നാഗാർജുനയുടെ റോൾ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. ഇവർ അഭിനയിക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഇവരേനെ എങ്ങനെ ലോകേഷ് ഉപയോഗിക്കുന്നു എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയും പരിപാടിയൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കത്തി നിൽക്കുന്നത്. ഇപ്പോൾ ലിയോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ, വിജയൻ്റെ കാര്യം ഞാൻ അവിടേക്കാണ് എത്തിയത്. ലിയോ എന്ന് പറയുന്ന സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ ആ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ക്വാളിറ്റി, സ്റ്റൈൽ ഓഫ് മേക്കിംഗ് എന്ന് പറയുന്ന സംഗതി ലോകേഷ് എപ്പിടി പണി വെച്ചെടുക്കുക എന്നുള്ളത് ലിയോ ഫസ്റ്റ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. റേഞ്ചാണ്. വിജയിനെ യൂസ് ചെയ്തിരിക്കുന്നൊരു രീതി. ഞാൻ സൂര്യ ഫാനാണ്, പക്ഷേ ഇവിടെ ഫാനിസം ഒന്നും കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. വിജയ് എന്ന് പറയുന്ന ആളോട് നമുക്ക് ഒരു വിരോധമില്ല. വിജയ് മര്യാദയ്ക്ക് നല്ല നല്ല സാധനങ്ങൾ എടുത്ത് ചെയ്യണം എന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. ലിയോയിൽ വിജയിനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. കാരണം വിജയിനെ കണ്ട വിജയാണ് തോന്നുന്നില്ല, അല്ലെങ്കിൽ വിജയൻ്റെ മുമ്പുള്ള സിനിമകളിലെ ക്യാരക്ടറിനെ പോലെ തോന്നുന്നില്ല. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഹാഫിൻ്റെ അകത്ത് പാർത്ഥിവൻ വിജയൻ ആസ് ആൻ ആക്ടർ പുള്ളി കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്, കിടുവായിട്ട് പെർഫോമർ ആയിട്ടുണ്ട്, അടിപൊളി. അതാണ് ഞാൻ പറഞ്ഞത്, വിജയനെ കാണാൻ സാധിച്ചിട്ടില്ല ആ സിനിമയ്ക്കകത്ത്. പാർത്ഥിവനാണ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അത് വിജയൻ്റെ മാത്രം മിടുക്കുന്നല്ല, ലോകേഷിൻ്റെ മിടുക്ക. ലോകേഷ് വിജയനെ യൂസ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് വിജയനെ അങ്ങനെ ഒരു രീതിയിൽ കിട്ടിയത്. അല്ലെങ്കിൽ നിങ്ങൾ പറ, ഇതിന് മുമ്പ് വിജയനെ ആ ലെവലിൽ എപ്പോഴാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്? അതിനു മുമ്പും അതിന് ശേഷവും നമുക്ക് വിജയനെ ആ ലെവലിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടോ? ഈ അടുത്ത കാലത്തുള്ള കാര്യമാണ് പറയുന്നത്, പണ്ടത്തെ കാര്യമല്ല, ഈ അടുത്ത കാലത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പാർത്ഥിവൻ്റെ കേസ് പറയുകയാണെങ്കിൽ മറ്റേ ട്രിഷയായിട്ടുള്ള ഒരുമിച്ചുള്ള ആ ഒരു സീനുണ്ടല്ലോ, മറ്റേ
തെറിയൊക്കെ വിളിക്കുന്ന ഒരു ട്രെയിലറിലൊക്കെ കണ്ട ഒരു സീനൊക്കെ ഇല്ലേ, ആ സീനൊക്കെ ആയിക്കോട്ടെ, പുള്ളി എന്ത് കിട്ടുമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്, ആ കരയുന്ന സീനായിക്കോട്ടെ, ആ സമയത്ത് ഡയലോഗ് പുള്ളി ഡെലിവർ ചെയ്യുന്ന സീനായിക്കോട്ടെ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു സീനുണ്ട് വിജയിൻ്റെ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മറ്റേ പുള്ളി അതുവരെ പാർത്ഥിവനാണല്ലോ, പാവമാണ്, ഒരു ആർക്കും ഉപദ്രവമൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരാളാണ് പാർത്ഥിവൻ. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ആ പോലീസുകാരെടുത്ത് പുള്ളി സീനാവുന്നൊരു സീനിൽ പെട്ടെന്ന് ലിയോ കയറി വരുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു പുള്ളിയുടെ പ്രകടനമുണ്ട്. പുള്ളി ഭയങ്കര കയറി കത്തിട്ട് അവിടെ ഒരു സ്വാഗ് ഉണ്ട്, വിജയ്ക്ക് കിട്ടുന്ന ഒരു സ്വാഗ് ഉണ്ട് ആ സമയത്ത്. പുള്ളി കഴുത്തിൽ പുറ്റിച്ചിട്ട് കൊണ്ടുപോകുന്ന സീന്, അവിടെ നമുക്ക് ഇതാണ് ലിയോ എന്നുള്ള സംഭവം നമുക്ക് മനസ്സിലാവും. ലിയോൻ്റെ ഷെയ്ഡ്സ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പം അത്ര നേരം പാർത്ഥിവനായിട്ടിരുന്നിട്ട് ലിയോയിലേക്ക് വരുന്ന സമയത്ത് വെറുതെ ഓവർഡൂ ചെയ്ത് മാസ് കാണിക്കണ ഒരു പരിപാടിയൊന്നും അല്ല അതിൻ്റെ അകത്ത് പാർത്ഥിവൻ പരിപാടി ലിയോ ആവുന്ന സമയത്ത് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, അത് പുള്ളി അതാണ് പറയുന്നത്, അത് മേക്കിങ്ങിലും അതിൻ്റെ ഒരു മികവ് ഇരിക്കുന്നുണ്ട്. അയാൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ കൊടുത്ത് ചെയ്യിപ്പിച്ചു, അത് കഴിവുള്ളത് കൊണ്ട് വിജയ് അത് ചെയ്തു. അത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഫസ്റ്റ് ഹാഫിൻ്റെ അകത്ത് ആക്ച്വലി വന്നിരിക്കുന്നത്. അതിൽ വിജയൻ്റെ ഫേസിൽ വരുന്ന ഭാവവും കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടുമായിട്ട് പുള്ളി ചെയ്തു വെച്ചു എന്നുള്ളതാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ അകത്തേക്ക് വന്നപ്പം എനിക്ക് പേഴ്സണലി ലിയോ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒക്കെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട്. സെക്കൻഡ് ഹാഫ് എന്താ പറയുക, എനിക്ക് വർക്ക് ആവാത്ത പ്രശ്നങ്ങളൊന്നും ആക്ച്വലി ഉണ്ടായിരുന്നില്ല. പക്ഷേ മിക്സഡ് ഒപ്പീനിയനാണ് സെക്കൻഡ് ഹാഫിനെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അത് ആൾക്കാർക്ക് മിക്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്, എനിക്ക് തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ഫസ്റ്റ് ഹാഫ് അത്രയും ക്വാളിറ്റിയിൽ വലിയ ഹെവി ആയിട്ടിരുന്ന് കണ്ടുകൊണ്ടിരുന്നിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും എന്താ പറയുക, ലിയോ വന്നു, പക്ഷെ പഴയ വിജയിലേക്ക് തന്നെ കുറച്ച് പോയ പോലെയാണ് നമുക്ക് ആക്ച്വലി തോന്നുന്നത്. ആൾറെഡി ഇതാ പാട്ടും കാര്യങ്ങളൊക്കെ വരുന്നു, പിന്നെ പഴയൊരു വിജയിൻ്റെ സ്റ്റൈൽ ഓഫ് പരിപാടിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പാർത്ഥിവനായിട്ടിരുന്ന ഫസ്റ്റ് ഹാഫിൻ്റെ അകത്ത് വന്ന ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ് ഫൈറ്റും പരിപാടികളൊക്കെ ആയിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ക്ലാസ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ലാസ്റ്റത്തെ ഫൈറ്റൊക്കെ കിടുവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്തും പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് വിജയിനെ നമുക്ക് ഒരു ആസ് യൂഷ്വൽ സിനിമകളിൽ കാണുന്ന ഒരു വിജയിനെ പോലെയൊക്കെ തോന്നുന്ന അവസ്ഥയായിരുന്നു. അത് പെർഫോമൻസിലാണെന്നുണ്ടെങ്കിലും ശരി, ആ ഒരു ക്യാരക്ടറിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ശരി, പഴയ ഒരു വിജയിനെ പോലെ ഒരു പരിപാടിയാണ് സെക്കൻഡ് ഹാഫിൻ്റെ അകത്ത് തോന്നിയത്. പക്ഷേ എനിക്ക് സംഗതി വർക്കായി, രസമായിട്ടൊക്കെയാണ് തോന്നിയത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതെനിക്ക് വർക്കായത്, സെക്കൻഡ് ഹാഫും എനിക്ക് വർക്കായതിൻ്റെ റീസൺ, അല്ലെങ്കിൽ ആ സിനിമ മിക്സ് എന്നുള്ള ലെവലിലേക്ക് പോകാനുള്ളൊരു റീസൺ, ഹിറ്റായിട്ടുണ്ടാവും, കണക്റ്റായിട്ടുണ്ടാവും, പക്ഷെ ഒരു മിക്സ് അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താ പറയുക, സെക്കൻഡ് ഹാഫിൽ ആ ഒരു രീതിയിൽ കൊണ്ടുപോയത് ആൾക്കാർക്ക് ഒരു വിഷമമാണ് ആക്ച്വലി തോന്നിയത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ്, അത് ലോകേഷിൻ്റെ തെറ്റല്ല, പക്ഷേ ലോകേഷിൻ്റെ മേക്കിംഗ് കൊണ്ടാണത് ശരിക്കും അത്രയും ക്വാളിറ്റിയിൽ ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാരണം. അതൊരു നല്ല സാധനമായിരുന്നു. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ പാർത്ഥിവൻ്റെ അതേ സംഗതി, അതേ പെർഫോമർ ലിയോ ആയിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു റേഞ്ചിലുള്ള പെർഫോമൻസ് ഫസ്റ്റ് ഹാഫ് പോയ പോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വിജയ് ഓൾറെഡി വലിയ സൂപ്പർ സ്റ്റാറാണ്. ആ സിനിമയിലും പെർഫോമൻസിന് അത്യാവശ്യം ആൾക്കാർ നല്ല രീതിയിൽ പ്രൈസ് ചെയ്തിട്ടുണ്ട് പാർത്ഥിവൻ്റെ. പക്ഷെ സെക്കൻഡ് ഹാഫും കൂടി ഗംഭീര ഒരു സാധനമായി മാറിയിരുന്നു, മിക്സിന് പകരം ഒരു ഗംഭീര സാധനമായി മാറിയിരുന്നു. പക്ക ലോകേഷ് കനകരാജ് മെറ്റീരിയലായിട്ട് വന്നിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ റേഞ്ചിൽ പോയിട്ടുള്ള ഒരു കിട്ടു സാധനമായി മാറിയിട്ടുണ്ടാവും ലിയോ, അല്ലേ? അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിജയ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യാരക്ടറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കും കൂടി തോന്നുകയാണെങ്കിൽ അത്തരത്തിലുള്ള നല്ല സിനിമകളുടെ ഭാഗമൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിനിമകൾ കാണാൻ വേണ്ടി പറ്റിയേനെ. അത്രയും ഫാൻ ബേസ് ഉള്ളൊരു നടനല്ലേ. നിങ്ങൾ പറ, ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ പുള്ളിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾ പുള്ളിയുടെ മാസ് മസാല പരിപാടികൾ മാത്രം ആയിരുന്നോ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു? അല്ലല്ലോ. നിങ്ങൾ കുറച്ച് അടിപൊളി സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് വിജയ് ക്യാരക്ടറായിട്ട് അഭിനയ പ്രാധാന്യമുള്ള സാധനമൊക്കെ ആയിട്ട് വരുന്നത് കാണാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നതാണ്, നിങ്ങൾ പറയണം. ശരിക്കും അങ്ങനെയൊക്കെ പുള്ളിക്ക് ചെയ്യാമായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പോൾ ലിയോന് ശേഷം വന്ന സിനിമ ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, പാർത്ഥിവനായിട്ട് വിജയൻ്റെ പെർഫോമൻസും പരിപാടിയൊക്കെ കണ്ടിട്ട് ഗോട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും വിജയനെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അതിൽ മോശമാക്കി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്ത് തുലിഞ്ഞ സിനിമയത്, അത് വേസ്റ്റഡ് ആയിപ്പോയി. അത് കണക്ട് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ഒരു നല്ല സിനിമയാണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ഉത്തരം നോ എന്നുള്ളൊരു സംഭവമാണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ആ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ലിയോയ്ക്ക് ശേഷം ഉണ്ടായതാണ് ഗോട്ട്.
അതിനുശേഷം എന്താ ജനനായകൻ വരാൻ വേണ്ടി പോകണം, നല്ലൊരു സിനിമയാവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഞാൻ തുറന്നു പറയാലോ, എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഇപ്പോൾ അഭിനയം നിർത്താൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് നിൽക്കുന്നത്. ആയിക്കോട്ടെ, പുള്ളിയുടെ ഇഷ്ടം, രാഷ്ട്രീയം നല്ല കാര്യമാണ്. പുള്ളി വന്നു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയും പിടിക്കൊക്കെ ഉണ്ടെങ്കിൽ, നല്ല സാഹചര്യങ്ങളൊക്കെ ഒത്തുവാണെങ്കിൽ പുള്ളി ചെയ്യട്ടെ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആസ് എൻ ആക്ടർ എന്നുള്ള സംഭവം അതിൽ നോക്കുന്ന സമയത്ത് പുള്ളി ഇൻകംപ്ലീറ്റ് ആയി പോയോ എന്നൊരു സംശയമുണ്ട്. നോക്കുമ്പോൾ ഒരുപാട് ഫാൻസിനെ സമ്പാദിച്ചിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹിറ്റ് സിനിമകൾ പുള്ളിക്ക് ആക്ച്വലി ഉണ്ട്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്തായിട്ടുള്ള പുള്ളിയുടെ വിക്കിപീഡിയ ഫിൽമോഗ്രഫി എടുത്ത് നോക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒരു പൊട്ടൻഷ്യലുള്ള ഒരു നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ നല്ലൊരു സിനിമ പുള്ളി ചെയ്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു ദുഃഖമുണ്ട്. ഇപ്പോൾ ലിയോ മേ ബി ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോൾ അടുത്ത കാലത്തെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ലിയോ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിരുന്നില്ല എങ്കിൽ, അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ ഒരു ഫീൽ തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ലിയോ വന്നിട്ട് ലിയോ കണ്ടിട്ട് പാർത്ഥിവൻ്റെ പെർഫോമൻസും പരിപാടിയൊക്കെ കണ്ടിട്ട് പിന്നെയും കോട്ട് പരിപാടിയൊക്കെയാണ് മൂപ്പര് ചെയ്തത്. ലിയോ കംപ്ലീറ്റ്ലി ഒരു ഗംഭീരം എന്നുള്ളൊരു സംഭവം അഭിപ്രായത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും മിക്സിലേക്ക് ഒതുങ്ങിപ്പോയി. അപ്പോൾ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ഒരു മുഴുനീളമായിട്ടൊരു പക്ക കിടു ഡയറക്ടറിൻ്റെ അടുത്ത് പോയിട്ട് വിജയ് ഒരു കിടു ക്യാരക്ടറൊക്കെ ചെയ്തിട്ട് ഗംഭീരം എന്ന് ഭൂരിഭാഗം വരുന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്നൊരു സംഗതിയാണ് ശരിക്കും പുള്ളിക്ക് ഒരു ഫെയർവെല്ലായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ള എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് ജനനായകനിലൂടെ സാധിക്കട്ടെ. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ലോകേഷ് വീണ്ടും പുള്ളിയെ വെച്ചൊരു പടമൊക്കെ മുഴുനീളമായിട്ട് ഒരു 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 കിടിലൻ സബ്ജക്റ്റ് വെച്ചിട്ട് ഇത്രയും ഫാൻ ബേസ് ഉള്ളതല്ലേ വിജയ്ക്കൊക്കെ, അപ്പോൾ ഒരു സാധനം പുള്ളി എടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നടക്കില്ലായിരിക്കാം, പക്ഷെ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ലിയോ കണ്ടപ്പോൾ കൊതിയായി ആക്ച്വലി, ഇങ്ങനെ അഭിനയിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത വീണ്ടും വന്ന്. അപ്പോൾ അങ്ങനെ തോന്നിപ്പോയതാണ്. എത്രയേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. തലപതി വിജയ് ഇൻകംപ്ലീറ്റ് ആവാതിരിക്കട്ടെ. ജനനായകൻ ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് വിജയനെ. ആൻഡ് ഫാൻസ്, ഞാൻ സൂര്യ ഫാനാണ്. അപ്പം തമിഴത്തെ കാര്യം പറയണേ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകേഷിൻ്റെ കൈ കിട്ടുമ്പോൾ സേഫ് ഹാൻഡ്സ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റോളക്സ് വരുമില്ലെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ റോളക്സ് അതിൽ സ്ക്രിപ്റ്റൊന്നും കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല. സൂര്യയാണെന്നുണ്ടെങ്കിലും എന്തിനും തയ്യാറായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഈ ഫാദ് ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ റോളക്സ് ആയിട്ട് വിക്രത്തിൽ പുള്ളി വന്ന് ചെയ്തൊരു എക്സ്ട്രീം ക്യാരക്ടർ സാധനം, അത് പുള്ളി കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ റോളക്സ് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് പുള്ളി എന്തും ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് സ്ക്രിപ്റ്റിലും ഒരു കോംപ്രമൈസും ഇല്ലാതെ ഉള്ളൊരു സംഗതിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സൂര്യ വേറെ ലെവല് പോവും, ഈ പിള്ളേനെക്കാട്ടിലും വേറെ ലെവല് പോവും. അപ്പോൾ അതൊക്കെ കാണാനാണ് ഞാൻ ആക്ച്വലി കാത്തിരിക്കുന്നത്. ലോകേഷിൻ്റെ സ്ക്രിപ്റ്റിൽ ലോകേഷിൻ്റെ കയ്യിൽ സൂര്യ എങ്ങനെ കിടന്ന് കളിക്കുമെന്നുള്ളത് കാണാനൊക്കെ ഒരു ആകാംക്ഷ ആക്ച്വലി ഉണ്ട് ആസ് എ ഫാൻ. കാരണം അഭിനയിക്കാൻ കഴിവുള്ള ആളുകളെ നല്ല ആളുകളുടെ കയ്യിൽ കിട്ടണം, നല്ല സ്ക്രിപ്റ്റിൽ ഒക്കെ കിട്ടണം ആക്ച്വലി. അപ്പോഴേ പ്രേക്ഷകന് അത്രയും സാറ്റിസ്ഫാക്ഷൻ പരിപാടിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നോക്കാം, വരട്ടെ. ഇനിയിപ്പോൾ കൂലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. കൂലി ഒരു തകർക്കുന്നതാണ് തോന്നണേ. അതിൽ യാതൊരു കോംപ്രമൈസും കാണിച്ചിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. സർട്ടിഫിക്കറ്റ് ഒക്കെ അല്ലേ ലോകേഷിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, പുള്ളി കോംപ്രമൈസ് ചെയ്യില്ല എന്നൊക്കെ ഈ വയലൻസിൻ്റെ കാര്യത്തിലൊക്കെ. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ മൂവി, വെരി എക്സൈറ്റഡ് സീരിയസ്ലി. രജനീനെ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്, ആമീറിനെ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്, സൗബിൻ ഷായർ നമ്മുടെ മുത്ത്, നാഗാർജുന, ഉപേന്ദ്ര നമ്മുടെ അനിട്ട് പെട്ട ഒന്ന് ആലോചിച്ച് നോക്കിയേ. കിട്ടു കാസ്റ്റിങ്, കിട്ടു സ്ക്രിപ്റ്റും പരിപാടിയും കൂടി ആണെന്നുണ്ടെങ്കിൽ സംഗതി തിയേറ്റർ തീയിടും. പിന്നെ അതിയുടെ മ്യൂസിക്, സിനിമ ലവേഴ്സിന് ചിലപ്പോൾ ഈ വികാരങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാവുമായിരിക്കും. അല്ലാതെ ന്യൂട്രൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവനെ വേറെ പണിയില്ലേ തോന്നിയിരിക്കും. ശരി എന്നാൽ.